ഹലോ. ഫസ്റ്റ് തന്നെ ഇന്നത്തെ ഡേ മൈ ലൈഫ് തുടങ്ങുന്നത് ഒരു വെള്ളത്തിലാട്ടോ. നിങ്ങൾ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നേരെ റൂമിൽ വന്നിട്ട് നമ്മളുടെ ടേബിൾ മേൽ ഗ്ലാസ്സൊക്കെ വെക്കുന്നുണ്ട്. ആ ഒരു ടേബിൾ മാറ്റ് അല്ലെങ്കിൽ ഒരു കപ്പ് മാറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ, നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിൽ ഒറിജിനൽ നെയിം എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് തുടങ്ങുന്നത് തന്നെ ടു ഡു ലിസ്റ്റ് ഇല്ലാണ്ട് തന്നെയാണ്. നമ്മളൊരു എന്താ പറയുക, ഒരു ഓണം ഡേ മൈ ലൈഫാണ് എടുക്കാൻ പോണത്. നമ്മുടെ ഉത്രാടം ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ളതാണ് എടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എഴുത്ത് മനസ്സിലാവണമെന്നില്ല, കാരണം അങ്ങനത്തെ ഒരു എഴുത്താണ് എൻ്റേത്. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാനിങ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ, ടു ഡു ലിസ്റ്റൊന്നും അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ കിട്ടിയൊരു നോട്ട് പാഡിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കാര്യങ്ങളതിൽ എഴുതി വെച്ചിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ഷോപ്പിങ്ങിന് പോകാനുള്ള സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ മറന്നതാണ്. പിന്നെ അമ്പലത്തിൽ പോകാണ്ടായിരുന്നു, ഉത്രാടാണല്ലോ, ഫസ്റ്റ് ഇതാണല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോകാണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല ഷോപ്പിങ്ങും പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും ക്രാഫ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല രസമുള്ളൊരു പൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് അമ്മ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു റംബൂട്ടാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് പറയുന്നത്. ഈ ഒരു മാല പലർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇത് വൈകുന്നേരമൊക്കെ ആയ സമയത്താണ് നമ്മൾ മലമ്പുഴയ്ക്കാണ് പോകുന്നത്. നല്ല രസമുള്ള ഒരു ഔട്ട്ഫിറ്റാണിത്. 2 ഷോൾഡറിലും കെട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയി വന്നു. ശരിക്കും അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു പോയതായിരുന്നു, കാരണം അവിടെ ചെന്നപ്പോൾ എൻ്റെ കിളി ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ലാസ്റ്റാണ് ഞാൻ മറ്റേ പോകുന്ന സ്ഥലത്തേക്കുള്ള ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ എന്താ പറയുക, ഞാനിത് എഴുതി വയ്ക്കുന്നുണ്ട് ഞാൻ ആ പോകുന്നതിൻ്റെ. എനിക്ക് എപ്പോഴാണ് ഓർമ്മ വന്നത് ഇങ്ങനെ എടുത്താലോ എഴുതി വെച്ചാലോ എന്ന്. അപ്പോൾ ഞാൻ ആ ഒരു മലമ്പുഴ പോണതും കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മലമ്പുഴയിലും കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ ഡേ മൈ ലൈഫ് കഴിയും. അപ്പോൾ നമുക്ക് മലമ്പുഴയ്ക്ക് പോവാം. അപ്പോൾ ഗൈസ്, മലമ്പുഴയിൽ പോയി ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം കിട്ടി ഗൈസ്. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവം കിട്ടുമ്പോൾ ഒരു എന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും. അപ്പം അവിടെ ഉള്ള വീഡിയോ എടുക്കാത്തതിന് എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. എനിക്ക് കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മലമ്പുഴയിലൊക്കെ പോയി വന്ന് അതും കൂടി ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. എന്താണ് സന്തോഷം വരാനുള്ള കാരണം കൂടി കണ്ടിട്ട് നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഡേ മൈ ലൈഫിൽ കുറേ വീഡിയോസ് എടുക്കണം, ബട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഓണത്തിന് എടുക്കാനാണ്. ഇത് കണ്ടു ഗൈസ്, ഫോം ക്ലേ ആണ്, നല്ല അടിപൊളി ക്ലേ ആണ് കേട്ടോ. ഞാൻ കിട്ടിയ വൈക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ആ വൈറ്റ് കളർ മാത്രം എടുത്തിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. ഞാൻ മീഷോ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ ഇതിന് 150 എന്താണ്ടായിരുന്നു. പക്ഷെ ഞാനിത് മലമ്പുഴയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് വെറും 100 റുപ്പീസ് ആയിട്ടുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാലോ ടൂൾസൊക്കെ ഉണ്ട്. ഇത് ഏകദേശം എല്ലാവരും വാങ്ങിക്കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്കിപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട്, എനിക്ക് എന്താ പറയേണ്ട വാക്കുകൾ കിട്ടണില്ല. അപ്പോൾ ഓക്കെ, ബൈ.